പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. നല്ലവനല്ലോ യേശു നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. ശക്തനായവൻ സങ്കേതമായവൻ, ഘോരവൈരിയൻ കയ്യിൽ നിന്നും വിടുവിച്ചവൻ. ശക്തനായവൻ സങ്കേതമായവൻ, ഘോരവൈരിയൻ കയ്യിൽ നിന്നും വിടുവിച്ചവൻ. നല്ലവനല്ലോ യേശു നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. എന്റെ ശരണമായവൻ കൂടെയുണ്ടല്ലോ. മരണം എന്നെ കീഴ്പ്പെടുത്തില്ല, എന്റെ ശരണമായവൻ കൂടെയുണ്ടല്ലോ. അവൻ കരുതിക്കൊള്ളും, അവൻ നടത്തിക്കൊള്ളും, അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത്. യേശു കരുതിക്കൊള്ളും, യേശു നടത്തിക്കൊള്ളും, യേശു നല്ലവനല്ലോ ദയ എന്നുമുള്ളത്. നല്ലവനല്ലോ ദൈവം നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. നല്ലവനല്ലോ യേശു നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ അനുദിനവചനം, ഗാഡ് ഹു സ്വീറ്റൻസ് ദ ബിറ്റർ, കയ്പിനെ മധുരമാക്കുന്ന ദൈവം. പുറപ്പാടിന്റെ പുസ്തകം 15-ാം അധ്യായം 25-ാം തിരുവചനം. ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 15 വേഴ്സ് 25. And he cried to the Lord, and the Lord showed him a log, and he threw it into the water, and the water became sweet. അവർ കർത്താവിനോട് അപേക്ഷിച്ചു. കർത്താവ് അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവൻ അത് വെള്ളത്തിൽ ഇട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. അവിടെ വെച്ച് അവൻ അവർക്ക് ഒരു ചട്ടവും പ്രമാണവും നിയമിച്ചു. അവിടെ വെച്ച് അവൻ അവരെ പരീക്ഷിച്ചു. ആമേൻ. പരിശുദ്ധാത്മാവ് ദൈവമേ, അവിടെ ഞങ്ങളെ പഠിപ്പിക്കണം. അവിടുന്നാണല്ലോ തിരുവചനം ഞങ്ങൾക്കായി എഴുതി തന്നത്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ സകലരും പഠിപ്പിക്കപ്പെടും എന്നരുളി ചെയ്ത കർത്താവേ, അവിടെ ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി സ്തോത്രം, അനുഗ്രഹിച്ചതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗാഡ് ഹു സ്വീറ്റൻസ് ദ ബിറ്റർ, കയ്പിനെ മധുരമാക്കുന്ന ദൈവം. ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്ന് ശൂർ മരുഭൂമിയിൽ എത്തി. നമ്മൾ ഒരു ദിവസം മുഴുവൻ വെള്ളം കിട്ടാതെ വന്നാൽ ദാഹിച്ചു വരണ്ടു പോകും, ഇല്ലേ? എന്നാൽ ഇസ്രായേൽ മക്കൾ 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ വാടി വാടി കരിഞ്ഞു. മാറായിലെത്തിയപ്പോൾ അതാ കാണുന്നു വെള്ളം. അവർ സന്തോഷത്തോടെ തുള്ളിച്ചാടി അവിടെ എത്തി. അതാർത്തിയോടെ കോരി കോരി കുടിച്ചു. രുചിച്ചപ്പോൾ നല്ല കയ്പ്. ജനം പിറുപിറുത്തു. മോശ കർത്താവിനോട് അപേക്ഷിച്ചു. ആ തിരുവചന ഭാഗമാണ് കുറിവാക്യമായിട്ട് നാം വായിച്ചത്. മോശ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അവൻ ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവനത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. അവിടെ വെച്ച് അവൻ അവർക്ക് ഒരു ചട്ടവും പ്രമാണവും നിയമിച്ചു. അവിടെ വെച്ച് അവൻ അവരെ പരീക്ഷിച്ചു. ആ വൃക്ഷം യേശുവാകുന്ന വൃക്ഷത്തിന്റെ നിഴൽ, ജീവന്റെ വൃക്ഷം. അത് യെശയ്യാ പ്രവചനത്തിൽ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. യെശയ്യാ 11:1. എന്നാൽ ഈശായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും. ആ വൃക്ഷക്കൊമ്പാണ് യേശുക്രിസ്തു. അബ്രഹാം ഇസഹാക്കിനെ ബലികഴിക്കുവാൻ കൊണ്ടുപോയപ്പോൾ വൃക്ഷത്തിന്റെ കൊമ്പുകളിനിടയിൽ ഒരു കുഞ്ഞാടിനെ ദൈവം നൽകി. എല്ലാം രക്ഷകനായ യേശുവിനെ കാണിക്കുന്നു. കൈപ്പേറിയ മരുഭൂമി അനുഭവങ്ങളിൽ മാറായിലെ കയ്പിനെ കർത്താവ് മധുരമുള്ളതാക്കി തീർത്തു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ അതേത് കയ്പിനെയും യേശു മധുരമുള്ളമാക്കി തരും. നമുക്ക് കാനായിലെ കല്യാണ വിരുന്നിലേക്കൊന്ന് പോകാം. കാനാവിലെ കല്യാണ നാളിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ അത് വീട്ടുകാർക്ക് കയ്പിന്റെ അനുഭവമായി. ആ കയ്പിനെ യേശു മധുരമുള്ളതാക്കി തീർത്തു.
യായിറോസിന്റെ ഭവനത്തിലും മാർത്തായുടെയും മറിയയുടെയും ഭവനത്തിലും മരണമെന്ന കയ്പ് കടന്നു വന്നു. യേശു ആ കയ്പിനെ മധുരമാക്കി. യേശുവിനെ പിൻഗമിക്കുമ്പോൾ കൈപ്പേറിയ ജീവിതാനുഭവങ്ങൾ കടന്നു വരാം. വരുത്തില്ലെന്നല്ല, അത് വരും. പക്ഷേ വന്നാൽ അത് നിന്നെ കൊണ്ട് പോകത്തില്ല. അതിന് തക്ക സമയത്ത് ദൈവം പരിഹാരം തന്നിരിക്കും. 1 തെസ്സലോനിക്കർ 3:3 കഷ്ടമനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. കർത്താവ് ഇസ്രായേൽ ജനത്തെ അവരുടെ ശാഠ്യ സ്വഭാവങ്ങളും പാവങ്ങളും കൊണ്ട് കൈപ്പേറിയ അനുഭവങ്ങളിൽ കൂടി നടത്തി. യിരെമ്യാ പ്രവാചകൻ എന്താ പറയും? നമുക്ക് ശ്രദ്ധിക്കാം. യിരെമ്യാവ് 9:15 ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഈ ജനത്തെ കാഞ്ഞിരം കൊണ്ട് പോഷിപ്പിച്ച് നഞ്ചുവെള്ളം കുടിപ്പിക്കും. അന്നത്തെ പ്രവാചകന്മാർ വഷളത്വം പ്രവർത്തിച്ചപ്പോൾ കർത്താവ് ഇപ്രകാരം പറഞ്ഞു. യിരെമ്യാവ് 23:15 ഞാൻ അവരെ കാഞ്ഞിരം തീറ്റി നഞ്ചുവെള്ളം കുടിപ്പിക്കും. യെരുശലേമിലെ പ്രവാചകന്മാരിൽ നിന്നല്ലോ വഷളത്വം ദേശത്തെല്ലായിടവും പരന്നിരിക്കുന്നത്. ദൈവത്തെ മറന്ന് അന്യവിഗ്രഹങ്ങളെ ആരാധിച്ചാൽ ഭവനങ്ങളിൽ കൈപ്പേറിയ വേര് മുളയ്ക്കും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ചില വ്യക്തികൾ അറിഞ്ഞുകൊണ്ടും ചില വ്യക്തികൾ അറിയാതെയും അന്യദൈവങ്ങളെ ആരാധിക്കുന്നുണ്ട്. അന്യദൈവങ്ങളെ ആരാധിച്ചാൽ 1000 തലമുറ അനുഗ്രഹിക്കപ്പെടുന്നതിന് പകരം 3-4 തലമുറ ശിക്ഷ അനുഭവിക്കും. അതുകൊണ്ട് ജാതികളുടെ വഴി കണ്ടുപിടിക്കരുത് എന്ന് തിരുവചനം പറയുമ്പോൾ അതനുസരിക്കാതെ മതസൗഹാർദ്ദമെന്നും പറഞ്ഞ് അവരെന്തുണ്ടാക്കണം? അതും ഇപ്പുറത്ത് നീ വേറൊരു പേരും രൂപവും കൊടുത്ത് ഉണ്ടാക്കി വെച്ചാൽ 3-4 തലമുറ ശിക്ഷിക്കപ്പെടും. ആ ശിക്ഷയിൽ നിന്നും വിടുതൽ വേണമെങ്കിൽ ദൈവം വെറുക്കുന്നത് നീ എടുത്ത് പുറത്തു കളയണം. ആവർത്തന പുസ്തകം 29:17 ആ ജാതികളുടെ ദേവന്മാരെ ചെന്ന് സേവിക്കേണ്ടതിന് ഇന്ന് നമ്മുടെ ദൈവമായ യഹോവയെ വിട്ടുമാറുവാൻ മനസ്സുള്ള യാതൊരു പുരുഷനും സ്ത്രീയും യാതൊരു കുലവും ഗോത്രവും നിങ്ങളിൽ ഉണ്ടാകരുത്. നഞ്ചും കയ്പുമുള്ള ഫലം കായ്ക്കുന്ന യാതൊരു വേരും അരുത്. നമ്മുടെ ജീവിതത്തിൽ പല കാരണങ്ങൾ കൊണ്ട് കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ ദൈവം കടത്തിവിടാം. ഒരു കാരണവും ഇല്ലാതെ ജീവിതത്തിൽ കയ്പ് വന്ന് ഭവിക്കാം. പിറവിയിലെ കുരുടൻ ഇതിനൊരു ഉദാഹരണം മാത്രം. ഒരു തെറ്റും ചെയ്യാതെ ജീവിതത്തിൽ കയ്പ് കുടിക്കേണ്ടി വന്നാൽ പരിഭ്രമിക്കേണ്ട. എല്ലാം ദൈവനാമം മഹത്വപ്പെടുവാൻ നമ്മെ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് നയിച്ച സ്വർഗരാജ്യം നൽകുവാൻ വേണ്ടിയാണ്. അഡോണി റാം ജൂഡ്സൺ എന്ന അമേരിക്കൻ മിഷണറി ഭാര്യയോടൊപ്പം ഇന്ത്യയിൽ വന്നു. എന്നാൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കുവാൻ ഒരു സാഹചര്യമില്ലാത്തതിനാൽ അദ്ദേഹം ബർമയിൽ സുവിശേഷത്തിനായി പോയി. അവർക്ക് 3 കുഞ്ഞുങ്ങൾ ജനിച്ചു. ആദ്യത്തെ കുഞ്ഞ് ഇന്ത്യയിൽ നിന്നും ബർമയിലേക്ക് പോകുന്ന വഴി മരിച്ചിട്ടാണ് ജനിച്ചത്. ബർമയിൽ ശുശ്രൂഷ ആരംഭിച്ചു കുറെ കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് ജനിച്ച 2 കുഞ്ഞുങ്ങളും മരിച്ചു. ദൈവത്തിൽ അടിയുറച്ച് ദൈവിക വേല തുടരവേ ഭാര്യയും മരിച്ചു. എന്തുകൊണ്ടാണ് ദൈവദാസന് ഇങ്ങനെ സംഭവിച്ചത്? നമുക്ക് ഉത്തരം പറയാനാവില്ല. എന്നാൽ ദൈവത്തിന് ഉത്തരവുണ്ട്. എത്ര വലിയ കഷ്ടത്തിൽ കൂടി കടത്തിവിട്ടാലും ദൈവിക പദ്ധതി പൂർത്തീകരിക്കപ്പെടും. അദ്ദേഹം ബർമ ഭാഷ പഠിച്ചു. സത്യവേദ പുസ്തകം ബർമയിലേക്ക് തർജ്ജമ ചെയ്തു. ആ രാജ്യത്തിന് ഒരു ബൈബിൾ ഡിക്ഷണറിയും സമ്മാനിച്ചു. അദ്ദേഹം മരിച്ചുപോയെങ്കിലും അദ്ദേഹം പാകിയ വിത്തുകൾ ഇന്നും മുളച്ച് ഫലം കായ്ച്ചു കൊണ്ടേയിരിക്കുന്നു. ചേർന്നൊരു ആമേൻ പറയാം. ആമേൻ. നമ്മുടെ കയ്പിനെ മാറ്റുവാൻ കർത്താവ് ക്രൂശിൽ കയ്പ് കുടിച്ചു. സങ്കീർത്തനങ്ങൾ 69:21 അവർ എനിക്ക് തിന്നുവാൻ കയ്പ് തന്നു, എൻ്റെ ദാഹത്തിന് അവർ എനിക്ക് ചൊറുക്ക കുടിപ്പാൻ തന്നു. അതിനാൽ നാം ദുഃഖിക്കേണ്ട. കയ്പിനെ മധുരമാക്കുവാൻ നമ്മോടൊപ്പം കർത്താവായ യേശുവുണ്ട്. അവൻ സകല കഷ്ടങ്ങളെയും ജയിച്ചവൻ. കർത്താവിൻ്റെ വചനത്തിൽ എന്നും നമുക്ക് ആശ്വസിക്കാം. യോഹന്നാന്റെ സുവിശേഷം 16:33 ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. സ്നേഹവാനായ പിതാവേ, ഞങ്ങളെ ആയുസിൻ്റെ ഒരു ദിനം കൂടെ കാണുവാൻ സ്വർഗ്ഗം ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ വിശുദ്ധ മക്കളെയും തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. കുടുംബമായി
ഞങ്ങളെ സമർപ്പിക്കുന്നു. കൂട്ടായ്മയായി ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളെ അനുദിന ജീവിതത്തിൽ കടന്നു വരുന്ന കയ്പിനെ മധുരമാക്കി തരുന്ന അപ്പാ, ഇത്രത്തോളം ഞങ്ങളെ സ്നേഹിച്ച് കാത്തുപരിപാലിച്ച് വഴി നടത്തുന്നതിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ തലമുറകളെ കരങ്ങൾ സമർപ്പിക്കുന്നു. കാലഘട്ടത്തിൻ്റെതായ സകല കയ്പുകളും മക്കളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പിറകോട്ട് പോകാതെ, മനസ്സുമടുത്ത് ഈശ്വരവിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ പൂർണ്ണമായി അങ്ങയിൽ തന്നെ അടിയുറച്ച് മുന്നോട്ട് പോകാൻ മക്കളെ സഹായിക്കണമേ. സ്കൂളും കോളേജും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ രക്തം കവർ ചെയ്ത് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാലഘട്ടത്തിൻ്റെ സകല പ്രലോഭനങ്ങളും കുഞ്ഞുങ്ങൾ വിടിവിക്കപ്പെടട്ടെ. ഞങ്ങളുടെ വയലുകളെ തിരിക്കരങ്ങൾ തരുന്നു, ഓഫീസുകളെ കരങ്ങൾ തരുന്നു, ഞങ്ങളുടെ ബിസിനസ്സിനെ കരങ്ങൾ തരുന്നു. ഞങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും അറിഞ്ഞ് ഞങ്ങളെ മാനിക്കുന്ന കരുതുന്ന ദൈവമേ, ഇത്രത്തോളം ഞങ്ങൾ വഴി നടത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരുടെ വാർദ്ധക്യ സമയത്ത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കൈപ്പേറിയ അനുഭവങ്ങളിൽ നിന്ന് ഒരു പൂർണ്ണ സൗഖ്യം വിടുതലും അവർക്ക് കൊടുക്കണമേ. ശാരീരികവും മാനസികമായി അവരനുഭവിക്കുന്ന കയ്പുകൾ എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ മധുരമായി മാറട്ടെ. അവിടുന്ന് സൗഖ്യദായകരാണല്ലോ. അവിടുത്തെ അടിപ്പിണരുകളാൽ പൂർണ്ണ സൗഖ്യം അവർക്ക് നൽകുന്നതിനായി സ്തോത്രം. പ്രാർത്ഥനാ വിഷയങ്ങളുമായി തിരുസന്നിധിയിലായിരിക്കുന്ന അനേക മക്കളുണ്ട് കർത്താവേ. ഭവനം പണിയുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, ഭവനമില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. അവിടുന്ന് ഭവനം പണിയണമേ, അതിനായിട്ടുള്ള നന്മകളെ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് കർത്താവ്. കടഭാരത്താൽ വിഷമിക്കുന്നവരുണ്ട്. അവിടുന്ന് അവരുടെ കടഭാരങ്ങൾ മാറ്റുന്നതിനായി സ്തോത്രം. കടം വാങ്ങിക്കുന്നവനാകാതെ കടം കൊടുക്കുന്നവനാക്കി അവിടുന്ന് മാറ്റുന്നതിനായി സ്തോത്രം. ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിട്ടുള്ള ഞങ്ങളുടെ മക്കളെ, തലമുറകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരവരുടെ അനുദിന ജീവിതത്തിൽ നേരിടുന്ന എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്യുവാനുള്ള ശക്തി മക്കൾക്ക് നൽകണമേ കർത്താവേ. അവരുടെ അനുദിന ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങൾ വരുമ്പോൾ കുഞ്ഞുങ്ങൾ മടുത്തു പോകാതെ ധൈര്യത്തോടെ അങ്ങയിൽ ആശ്രയിച്ച് ശക്തി പ്രാപിച്ച് മുന്നോട്ട് തന്നെ പോകുവാൻ മക്കളെ സഹായിക്കണമേ കർത്താവേ. ആകാശത്തിലൂടെയും കരമാർഗത്തിലൂടെയും ആഴിയിലൂടെയും സഞ്ചരിക്കുന്ന, സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരുടെ യാത്രയിൽ കൂടെ ആയിരിക്കണമേ. തക്ക സമയത്ത് അവർ ലക്ഷ്യസ്ഥാനത്തെത്തിച്ചേരുവാൻ അവരെ സഹായിക്കണമേ. സകല അപകടങ്ങളിൽ നിന്നും മക്കളെ വിടുവിക്കണമേ കർത്താവേ. ഒരിക്കൽ കൂടി കർത്താവേ, ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം. ഇന്നത്തെ ഞങ്ങളെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി പറയുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദിയപ്പ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇഹത്തിലെ കഷ്ടത തീർത്തിടുവാൻ പ്രിയൻ വന്നിടുമേ, വാനിൽ വന്നിടുമേ. ഇഹത്തിലെ കഷ്ടത തീർത്തിടുവാൻ പ്രിയൻ വന്നിടുമേ, വാനിൽ വന്നിടുമേ. പ്രത്യാശയോടെ ഞാൻ കാത്തിരിക്കുന്നേ, എൻ്റെ പ്രിയനെ വേഗം വന്നിടണേ. പ്രത്യാശയോടെ ഞാൻ കാത്തിരിക്കുന്നേ, എൻ്റെ പ്രിയനെ വേഗം വന്നിടണേ. നല്ലവനല്ലോ ദൈവം, നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. നല്ലവനല്ലോ യേശു, നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. ശക്തനായവൻ, സങ്കേതമായവൻ, ഘോരവൈരിയൻ കയ്യിൽ നിന്നും വിടുവിച്ചവൻ. ശക്തനായവൻ, സങ്കേതമായവൻ, ഘോരവൈരിയൻ കയ്യിൽ നിന്നും വിടുവിച്ചവൻ. നല്ലവനല്ലോ യേശു, നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ.